ഹലോ, വെൽക്കം ബാക്ക് ടു ബിന്തി ലൈഫ്. ഇന്ന് ഞാനൊരു സ്വിങ് ട്യൂട്ടോറിയലായിട്ടാണ് വന്നിട്ടുള്ളത്. കുർത്തക്ക് അല്ലെങ്കിൽ അബായക്ക് പോക്കറ്റുള്ളതൊരു കൺവീനിയൻസ് അല്ലേ. നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകുമ്പോൾ ഫോൺ മാത്രമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അത് പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാനൊരു സൗകര്യമല്ലേ. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് എൻ്റെ അബായൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഉള്ളിൽ ചോക്ക് വെച്ചിട്ട് ചെറിയൊരു മാർക്കിങ് ചെയ്യാണ്. അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഏതാണെന്ന് മനസ്സിലാവാനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടേപ്പ് വെച്ചിട്ട് ഷോൾഡറിൽ നിന്ന് 17 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യാം. 17 ഇഞ്ച് നിങ്ങൾക്ക് 15-ഓ 16-ഓ 17-ഓ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാർക്ക് ചെയ്യുക. അത് പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾ 7 ഇഞ്ച് താഴത്തേക്ക് വേറൊരു മാർക്ക് ചെയ്യാം. അപ്പം ഈ ഒരു 7 ഇഞ്ചാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിങ്. നമുക്ക് ഈ 7 ഇഞ്ചിൻ്റെ ഇടയിലുള്ള സ്റ്റിച്ച് ഒന്ന് ഊരിയെടുക്കാം. പിന്നെ പോക്കറ്റിനുള്ള തുണി എടുക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ പഴയ അബായൻ്റെയോ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൻ്റെ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അതെടുക്കുക. അത്യാവശ്യം കട്ടിയുള്ളതാവണം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കട്ട് പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്കെയിൽ വെച്ച് ആദ്യം തുണി രണ്ടായി മടക്കിയിട്ട് സ്കെയിൽ വെച്ച് ഒരു സൈഡിൽ 8 ഇഞ്ചും മറ്റേ സൈഡിൽ 15 ഇഞ്ചുമായിട്ടൊരു മാർക്ക് ചെയ്യാം. ഇനി ഈ 2 പോയിന്റിനും ഒരു സെമി കേർവ് ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി വരച്ച ലൈനിലൂടെ ഞാനിത് മുറിച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ മടക്കിയ തുണി ആയതുകൊണ്ട് നടുവിലൂടെ മുറിച്ചിത് 2 പീസാക്കി എടുക്കണം. ഉള്ള കാര്യം, സൂയിങ് മെഷീൻ മാസത്തിൽ ഒരിക്കലെങ്കിലും മെയിൻ്റനൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് മെഷീൻ്റെ ലോങ് ലൈഫിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റനൻസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മറ്റ് സൂയിങ് ട്യൂട്ടോറിയൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് മുറിച്ച തുണി കുറച്ച് പിന്നി വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. അത് നമ്മൾ അടിക്കാൻ പോകുന്നത് ശരിയാണോ നോക്കാനാണ്. പിന്നീട് അടിക്കുമ്പോൾ മിസ്റ്റേക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വഴിയാണിത്. അപ്പോൾ നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പിന്നി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ പോക്കറ്റ് എങ്ങനെയാണ് അടിക്കുക, ഞാൻ അടിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്കത് ആദ്യം മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇഞ്ചിന് പകരം 8 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്ററിൽ അതേ സൈസിൽ ഞാൻ പോക്കറ്റ് ഒരു പേപ്പറിൽ മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ 7 സെൻറ്റിമീറ്ററിൽ ഇവിടെ ഞാൻ അബായൻ്റെ ഓപ്പണിങ്ങും ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോക്കറ്റ് വരിക. ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ഈ പേപ്പറിലുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പോക്കറ്റ് അടിക്കാൻ പറ്റും. മറിച്ചിടുമ്പോൾ സ്റ്റിച്ച് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അബായൻ്റെ അടിയിൽ പോക്കറ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മേലെ കൂടി അടിക്കുക. അപ്പോൾ നമ്മൾ ഈ തുണി മറിച്ചിട്ട് കഴിഞ്ഞാൽ അബായ മറിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നീറ്റായിട്ടുള്ളൊരു ക്രീസ് വരും. അതേപോലെ നിങ്ങൾ മറ്റേ സൈഡും അടിക്കുക. അബായ മേലെയും പോക്കറ്റ് താഴെയായിട്ട് അടിക്കുക. അബായൻ്റെ 2 സൈഡിലും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ പേപ്പറിലുള്ള റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം അബായ മേലെയും പോക്കറ്റ് താഴെയായിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റേ സൈഡ് ചെയ്യുമ്പോൾ താഴേന്ന് മേലേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോക്കറ്റ് രണ്ടും ഒരുപോലെയാണ് വരുന്നത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നിൻ്റെ സഹായം ഉപയോഗിക്കാം. പിന്ന് കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അബായൻ്റെ 2 സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പോക്കറ്റിൻ്റെ 2 ഇഞ്ച് മേലെ മുതൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ കേവായിട്ട് ആ ജോയിൻറ്റ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
10-15 മിനിറ്റിനുള്ളിൽ നമ്മളൊരു പോക്കറ്റ് അടിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവും തോറും ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയവും വേണ്ടി വരില്ല. നിങ്ങൾ ഇസ്തിരിപ്പെട്ടി എടുത്ത് ഇത് അബായ മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രീസ് കിട്ടും. അപ്പോൾ അബായയിൽ പോക്കറ്റ് ഉള്ളതായിട്ട് വരെ മനസ്സിലാവില്ല. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ കുർത്തയിലും പോക്കറ്റ് വെക്കാം. ഇതിപ്പോൾ 17 ഇഞ്ചിലാണല്ലോ എടുത്തത്. കുർത്തക്ക് ഒരു 15-ൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പോക്കറ്റ്, അല്ലെങ്കിൽ 14-ലോ 15-ലോ ഒക്കെ തുടങ്ങാം. ഇതേപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തന്നെ അടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ട്യൂട്ടോറിയൽ വീഡിയോസ് ഒരുപാട് ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് കുറേ പേര് എന്നോട് പറഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ തരുന്ന അതേ സപ്പോർട്ട് തുടർന്നും തരിക. ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് മൈൻഡിൽ വരികയാണെങ്കിൽ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കുക്കിംഗ് വീഡിയോസും പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.